തിരുവനന്തപുരത്ത് സിനിമാ നയരൂപീകരണത്തിന്റെ ഭാഗമായുള്ള കോൺക്ലേവ് ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ആ കോൺക്ലേവ് സമാപിക്കും. സ്ത്രീ സുരക്ഷ, ലിംഗസമത്വം, തൊഴിൽ സുരക്ഷിതത്വം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയാണ് വിശദമായ ചർച്ച കോൺക്ലേവിൽ നടന്നുവരുന്നത്. പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്തിമ നയം തയ്യാറാക്കാനാണ് തീരുമാനം. വിവരങ്ങൾ ഷിജോ കുര്യൻ തന്നെ നൽകും. ഷിജോ, ഇന്നലെ ആരംഭിച്ച കോൺക്ലേവ് ഇന്ന് സമാപിക്കുകയാണ്. സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള പ്രമുഖരൊക്കെ ആ കോൺക്ലേവിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ഹെൽത്തി ചർച്ച, ഡിസ്കഷൻ തന്നെ അവിടെ നടന്നു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 മാസത്തിനുള്ളിൽ തന്നെ സിനിമാ നയം രൂപീകരിക്കാനുള്ള നീക്കമാണോ സജീവമാകുന്നത്? ദിവ്യ, ആരോഗ്യകരമായിട്ടുള്ള പല ചർച്ചകളും സിനിമാ കോൺക്ലേവിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ തുടങ്ങിയ സിനിമാ കോൺക്ലേവ് ഇന്നിപ്പോൾ സമാപിക്കും. ഈ കോൺക്ലേവിന്റെ പശ്ചാത്തലത്തിലായിരിക്കും സംസ്ഥാന സർക്കാർ ഒരു സിനിമാ നയം രൂപീകരിക്കുക. ഇന്നലെ മന്ത്രി സജി ചെറിയാൻ മീഡിയ വണ്ണുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 മാസത്തിനുള്ളിൽ സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കും. ഈ മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് സിനിമാ നയം കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് സിനിമാ നയത്തിന്റെ കാര്യത്തിനകത്ത് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ആരോഗ്യകരമായിട്ടുള്ള ചർച്ച പല സെഷനുകളിലായിട്ട് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി നടക്കുന്ന സിനിമാ കോൺക്ലേവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്, ലിംഗസമത്വമുണ്ട്, തൊഴിൽ സുരക്ഷ. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ താല്പര്യത്തോടുകൂടി വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് പല സെഷനുകളായിട്ട് ഉയർന്നു വന്ന ചർച്ചകളിൽ പലരും അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ചൂഷണങ്ങൾ ഒഴിവാക്കണം. സ്ത്രീകൾക്ക് കൃത്യമായിട്ട് സിനിമ, സീരിയൽ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് 100% തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണം. പിന്നീട് ലിംഗസമത്വം, അത് ഈ പറഞ്ഞ പോലെ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന, അത് ഏത് കാര്യത്തിലായാലും, ഇപ്പോൾ വേതനത്തിന്റെ കാര്യത്തിലായാലും അതിനകത്തൊരു തുല്യത ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു കോൺക്ലേവിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരുന്നു. ഒരു ആൺ മേൽക്കോയ്മ, എല്ലാം ആണധികാരത്തിന്റെ കീഴിലേക്ക് കൊണ്ടുചെന്ന് നിർത്താതെ എല്ലാവർക്കും തുല്യമായി എല്ലാം തുല്യമായി കാണുന്ന ഒരു സംവിധാനം സിനിമയിലും സീരിയലിലും ഒക്കെ വേണം, ആ മേഖലകളിൽ വേണം എന്നുള്ള ഒരു ചർച്ച വിവിധ സെഷനുകളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും സിനിമാ നയത്തിന്റെ കരട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കുക. ഈ കോൺക്ലേവിന്റെ മുഴുവൻ സമയവും സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാൻ മുഴുവൻ സമയവും ഈ കോൺക്ലേവിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി 2 ദിവസം നീണ്ടുനിന്ന സിനിമാ കോൺക്ലേവ് സമാപിക്കുകയാണ്. ഈ സമാപനത്തിന് പിന്നാലെ എത്രയും വേഗം തന്നെ ഈ കരട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും. അതിന് പിന്നാലെ ആയിരിക്കും ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ സിനിമാ നയം രൂപീകരണം ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഒരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്.